വെൽക്കം ടു +1 ഫിസിക്സ് സീരീസ്. ഇവിടെ പാരലായിട്ട് ഈ മറ്റ് ടോപ്പിക്സും കൂടെ കവർ ചെയ്യുന്നു. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഡയമെൻഷൻ കണ്ടുകൊണ്ടിരുന്നു. ഡയമെൻഷൻ അങ്ങനെ പോകും, മെക്കാനിക്സ് ആ രീതിയിൽ പോകും. ഇതിപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, അതിൽ ഇലാസ്റ്റിസിറ്റി ചർച്ച തുടങ്ങും. ഈ ഫോഴ്സ് പൊതുവെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ആക്സിലറേറ്റിംഗ് ഫോഴ്സ്, വസ്തുക്കളുടെ വെലോസിറ്റി കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ അതിൻ്റെ ചലനാവസ്ഥ മാറ്റുന്നതിനോ ഒക്കെ പ്രയോഗിക്കുന്ന ബലങ്ങളെ പൊതുവെ ആക്സിലറേറ്റിംഗ് ഫോഴ്സസ് എന്ന് വിളിക്കുക. സ്പീഡ് കൂട്ടുക, കുറയ്ക്കുക, ഡയറക്ഷൻ മാറ്റുക, ഇതെല്ലാം ആക്സിലറേറ്റിംഗ് ഫോഴ്സിൻ്റെ ജോലിയാണ്. ഇതിന് പകരം വസ്തുക്കളുടെ ഷേപ്പ് മാറ്റുക, സൈസ് മാറ്റുക. ഈ ഷേപ്പ് മാറ്റുക, സൈസ് മാറ്റുകയൊക്കെ ചെയ്യുമ്പോൾ വസ്തുവിനെ ഡീഫോം ചെയ്യുന്നു എന്ന് പറയും. ഫോം മാറ്റുക, ഡീഫോംഡ് ആക്കുക. ഇങ്ങനെ സൈസ്, ഷേപ്പ് ഇതൊക്കെ മാറ്റുന്നതിന് പ്രയോഗിക്കുന്ന ബലങ്ങളെയാണ് ഡിഫോമിംഗ് ഫോഴ്സസ് എന്ന് വിളിക്കുക. അവിടെ ആക്സിലറേഷൻ രംഗത്ത് വരില്ല, ഷേപ്പും. അപ്പോൾ ആ ഡിഫോമിംഗ് ഫോഴ്സസും അതിൻ്റെ ഫലങ്ങളുമാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റിയിൽ കൈകാര്യം ചെയ്യുന്നത്. ഇത് എൻജിനീയറിങ്ങിൽ നമ്മുടെ നിത്യജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ബ്രാഞ്ചാണ്. മാത്രവുമല്ല, ഇലാസ്റ്റിസിറ്റി പഠിച്ചാലേ നമുക്ക് മറ്റ് ചില ബ്രാഞ്ചുകൾ പഠിക്കാൻ പറ്റൂ. ഇവിടെ ഇപ്പോൾ ഒരു സ്പ്രിങ് ഒരു സപ്പോർട്ടിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുക. ഇതിനൊരു ഒറിജിനൽ ലെങ്ത് ഉണ്ടാവും. ഇത് താഴോട്ട് പിടിച്ചൊന്ന് വലിക്കുന്നു വിത്ത് എ ഫോഴ്സ് FA. ഇതിനെ അപ്ലൈഡ് ഫോഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കൂടും, ഇത് ഇലോങ്ങേറ്റഡ് ആകും. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ അകത്തുള്ള ചില പ്രത്യേക മോളിക്കുലാർ ഫോഴ്സസ് കൊണ്ട് സ്പ്രിങ് ഇതിനെ എതിർക്കും, എന്നിട്ട് പഴയ ലെങ്തിലേക്ക് പോകാനുള്ള പ്രവണത കാണിക്കും. അപ്പോൾ സ്പ്രിങ്ങിനകത്ത് ഈ അപ്ലൈഡ് ഫോഴ്സിനെ എതിർക്കുന്ന ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. അപ്ലൈഡ് ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് മുകളിലോട്ട് സ്പ്രിങ്ങിനെ പഴയ ലെങ്തിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. FR. ഈ FRന് പറയുന്ന പേരാണ് റെസ്റ്റോറിങ് ഫോഴ്സ്, പഴയ അവസ്ഥ വീണ്ടെടുക്കുന്ന ബലം. ഇതിങ്ങനെ വലിച്ചു പിടിച്ച് നിർത്തിയാൽ ഇതപ്പോൾ വലിഞ്ഞു നിൽക്കും. അപ്പോൾ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയും. ആ സമയത്ത് FRും FAയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. കട്ടയ്ക്ക് നിൽക്കുക, ആരും ജയിക്കുന്നില്ല. അപ്പോൾ അറ്റ് ഇക്വിലിബ്രിയം FR ആൻഡ് FA ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. ഇനി F മുകളിലോട്ട് അപ്ലൈ ചെയ്യുന്നെങ്കിൽ സ്പ്രിങ് കംപ്രസ്ഡ് ആവും, അതിൻ്റെ ലെങ്ത് കുറയും. അപ്പോൾ സ്പ്രിങ്ങിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന റെസ്റ്റോറിങ് ഫോഴ്സ് അതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ ലെങ്ത് കൂട്ടി പഴയ ലെങ്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ FR താഴോട്ട് വരും. അപ്പോൾ എവിടെ അപ്ലൈഡ് ഫോഴ്സ് കൊടുത്താലും റെസ്റ്റോറിങ് ഫോഴ്സ് അതിനെതിരെ വരുള്ളൂ. ഇതേ സ്ഥാനത്ത് ഇവിടെ സ്പ്രിങ്ങിന് ഒരു ലോയുണ്ട്. ഈ ഡെവലപ്പ് ചെയ്യുന്ന റെസ്റ്റോറിങ് ഫോഴ്സ് ശ്രദ്ധിക്കണം. റെസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് ഡീഫോംഡ് ആണെങ്കിലേ ഡെവലപ്പ് ചെയ്യൂ. ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്ന് ഇതിനെ മാറ്റുമ്പോഴാണ് റെസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഈ റെസ്റ്റോറിങ് ഫോഴ്സ് -KX സ്പ്രിങ്ങിൻ്റെ കേസിൽ. സ്പ്രിങ്ങിൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിന് പറയുന്ന പേരാ സ്റ്റിഫ്നെസ് ഓഫ് ദി സ്പ്രിങ്, അല്ലെ സ്പ്രിങ് ഫാക്ടർ, അല്ലെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്, അല്ലെങ്കിൽ ഫോഴ്സ് കോൺസ്റ്റൻറ്റ് ഓഫ് ദി സ്പ്രിങ്. ഇങ്ങനെയൊക്കെ അതിന് പേര് പറയും.
ആ കെ കൂടുതലാകുന്ന സ്പ്രിങ് വളരെ കഠിനമായിരിക്കും, വലിച്ചു നീട്ടാൻ ബുദ്ധിമുട്ടാണ്, കംപ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, വളരെ സ്ട്രോങ് സ്പ്രിങ് എന്ന അതിൻ്റെ അർത്ഥം. കെ വളരെ കുറവാണെങ്കിൽ അത് ഈസി ആയിട്ട് കുഞ്ഞിന് പോലും വലിച്ചു നീട്ടാം. അപ്പോൾ കെ എന്ന് പറയുന്നത് സ്പ്രിങ്ങിൻ്റെ സ്ട്രെങ്തിൻ്റെ ഒരളവാണ് ഈ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഇതിൽ ഈ എഫ് ആർ മൈനസ് കെ എന്ന് പറയുന്നത് സ്പ്രിങ് ഫാക്ടർ. എക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ അതിൻ്റെ നീളത്തിലുള്ള വർധനവ്, അതിന് ഇലോങ്ങേഷൻ എന്ന് പറയും, അതല്ലെങ്കിൽ ലെങ്തിലുള്ള നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ലെങ്തിലുള്ള ഡിക്രീസ്, അതിനെ കംപ്രഷൻ എന്ന് പറയും. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ ഇലോങ്ങേഷൻ ഓഫ് ദി സ്പ്രിങ് ഓർ കംപ്രഷൻ ഓഫ് ദി സ്പ്രിങ്. അത് ഇലാസ്റ്റിസിറ്റി പൊതുവെ നമ്മൾ എക്സിന് പകരം ഡെൽറ്റ എൽ എന്നാണ് എഴുതുന്നത്. ലെങ്തിലുണ്ടായ ചേഞ്ച് അത് കംപ്രഷനാവാം, ഇലോങ്ങേഷനാവാം. അപ്പോൾ എന്തായാലും റെസ്റ്റോറിങ് ഫോഴ്സ് എഫ് ആർ ഈക്വൽസ് മൈനസ് കെ ഇൻറ്റു ഡെൽറ്റ എൽ, ചേഞ്ച് ഇൻ ലെങ്ത്. ഈ ഇക്വിലിബ്രിയത്തിൽ എഫ് ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇങ്ങനെ ബാറിട്ട് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എന്ന അർത്ഥം, മാഗ്നിറ്റ്യൂഡും അപ്ലൈഡ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡും ഈക്വലാണ്. അപ്പോൾ നമുക്ക് അപ്ലൈഡ് ഫോഴ്സ് റെസ്റ്റോറിങ് ഫോഴ്സ് ഈക്വൽസ് അപ്ലൈഡ് ഫോഴ്സ് ഈക്വൽസ് കെ എക്സ് എന്ന് പറയാം. മൈനസ് സൈൻ ഈ ഡയറക്ഷൻ കാണിക്കാൻ മാത്രം ഉപയോഗിക്കുന്നതാണ് അപ്ലൈഡ് ഫോഴ്സിൻ്റെ ഡയറക്ഷനിലെ എക്സ്. അതുകൊണ്ട് അപ്ലൈഡ് ഫോഴ്സ് പറയുമ്പോൾ എഫ് എ ഈക്വൽസ് ഈ മൈനസ് ഇടണ്ട കെ എക്സ് എന്ന് പറയാം. റെസ്റ്റോറിങ് ഫോഴ്സ് പറയുമ്പോൾ മൈനസ് കെ എക്സ് എന്ന് പറയും. മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ മതിയെങ്കിൽ വെറുതെ കെ എക്സ് എന്നങ്ങ് പറഞ്ഞാൽ മതി. ഇതിൽ ഇതേ രീതിയിൽ നമ്മളൊരു സിലിണ്ടറോ അല്ല ഒരു വയറോ എന്തെങ്കിലും മെറ്റൽ വയറോ അല്ലെങ്കിൽ സിലിണ്ടറോ എന്ത് ആയിക്കോട്ടെ, ഒരു സിലിണ്ട്രിക്കൽ ബോഡി, അതിൻ്റെ അപ്പർ എൻഡ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നു, ലോവർ എൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്നു. ഇതുപോലെ നമുക്ക് ഇതിനെ വലിച്ച് താഴോട്ടൊരു ഫോഴ്സ് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് അല്പം ഒന്ന് കൂടും. ഒരു ലിമിറ്റിനകത്ത് കടോൻ എക്സ്റ്റെൻഡ് കഴിഞ്ഞാൽ ബ്രേക്കായി പോവും. ഒരു ലിമിറ്റിനകത്ത് ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ ലെങ്ത് ഇങ്ങനെ കൂടുന്ന സമയത്ത് ആ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടി ഇതിനകത്തൊരു റെസ്റ്റോറിങ് ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഈ സ്പ്രിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ റെസ്റ്റോറിങ് ഫോഴ്സ് മുകളിലോട്ടാണ്. ഇതിന് പകരം ഇതിനെ കംപ്രസ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ മുകളിലോട്ട് ഫോഴ്സ് കൊടുക്കുന്നു, അപ്പോൾ റെസ്റ്റോറിങ് ഫോഴ്സ് താഴോട്ട് വരും. ഈ രണ്ട് ഫോഴ്സും ഈ സിലിണ്ടറിൻ്റെ ആക്സിസിന് പാരല്ല. ഇത്തരം ഫോഴ്സസിനെ ആക്സിസിൽ കൂടി ആക്സിസിൽ കൂടി ലൈൻ ഓഫ് ആക്ഷൻ വരുന്ന ഫോഴ്സസിനെ പൊതുവെ പറയുന്ന പേരാണ് ടെൻസൈൽ ഫോഴ്സസ്. ടെൻസൈൽ ആൻഡ് കംപ്രസീവ് ഫോഴ്സ്. ഇത് നീളം കൂട്ടുന്ന ബലമാണ് കൊടുക്കുന്നതെങ്കിൽ, ആക്സിസിൽ കൂടെ കൊടുക്കുന്നതെങ്കിൽ ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയും. നീളം കുറയ്ക്കുന്നതിനാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനെ കംപ്രസീവ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ എന്തായാലും ടെൻസൈലായാലും കംപ്രസീവ് ആയാലും ആക്സിസിന് പാരല്ല. അപ്പോൾ അതിൻ്റെ ലെങ്തിലാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. ഇതിൽ ഈ ടെൻസൈൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെ കൊടുക്കുമ്പോൾ ഇത് ഡീഫോംഡ് ആയി എന്ന് പറയും. അവിടെ നമ്മൾ ഈ യൂണിഫോമിറ്റിക്ക് വേണ്ടി ഒരു പ്രത്യേക ക്വാണ്ടിറ്റി ഡിഫൈൻ ചെയ്യും. അതിനെ സ്ട്രെസ് എന്ന് പറയുക. സ്ട്രെസ് എന്ന് പറയുമ്പോൾ അപ്ലൈഡ് ഫോഴ്സ് നമുക്ക് പലതും കൊടുക്കാം, പല അളവിൽ കൊടുക്കാം. പക്ഷേ ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി പഠിക്കണമെങ്കിൽ ഈ അപ്ലൈഡ് ഫോഴ്സിനൊരു നിജസ്ഥിതിയൊക്കെ വരണം. അതുകൊണ്ട് അപ്ലൈഡ് ഫോഴ്സ്, ഈ ഡിഫോമിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, നമ്മളൊരു വസ്തുവിനെ ഡിഫോം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ലെങ്തിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ലെങ്ത് ചേഞ്ച് ചെയ്യുമ്പോൾ അതിനകത്ത് അതിനെ ചെറുക്കുന്ന ഒരു റെസ്റ്റോറിങ് ഫോഴ്സ് ഉണ്ടാവും. അത് ഒന്നുകിൽ ടെൻസൈലാവാം അല്ലെ കംപ്രസീവ് ആകാം. ഈ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ അളവ് ആ മെറ്റീരിയലിൻ്റെ ഒരു
സ്വഭാവത്തിനനുസരിച്ച്. അപ്പോൾ സ്റ്റീൽ വയർ ആകുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് അല്ല ഒരു വുഡൺ ബാർ എടുത്താൽ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരേ വലുപ്പമുള്ള വുഡൺ സിലിണ്ടറും ഒരു സ്റ്റീൽ സിലിണ്ടറും എടുത്താൽ രണ്ടിൽ ഡെവലപ്പ് ചെയ്യുന്ന റെസ്റ്റോറിങ് ഫോഴ്സ് വ്യത്യസ്തമാണ്. സ്റ്റീലിലായിരിക്കും അത് കൂടുതൽ. അപ്പോൾ അതിനൊരു യൂണിഫോമിറ്റി വരുത്താൻ വേണ്ടി ഇത്തരം ഡീഫോമിങ് ഫോഴ്സ് വെറുതെ അങ്ങ് പറയാതെ അതിൻ്റെ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ എത്ര കണ്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതായത് റെസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, റെസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ, അതിനൊരു പേരെടുത്ത് പറയും. അതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. പൊതുവെ ഇവിടെ ഇപ്പോൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയും ലെങ്ത് മാറ്റുന്ന കേസിൽ. പൊതുവെ സ്ട്രെസ് 3 തരമുണ്ട്. ഡീഫോമിങ്, പൊതുവെ സ്ട്രെസ് ജനറലായിട്ട് പറയുന്നത് ഡീഫോമിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ആ ഡീഫോമിങ് ഫോഴ്സ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ഒന്ന് ആക്സിസിന് പാരലായിട്ട് ലെങ്ത് ചേഞ്ച് ചെയ്യാൻ പ്രയോഗിക്കുന്ന ബലം, അത് ടെൻസൈൽ ഫോഴ്സ് അല്ലെ കംപ്രസീവ് ഫോഴ്സ്. 2, വോളിയം കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ കൊടുക്കുന്ന ബലം. ഒരു ബ്ലോക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക, അല്ലെ പിടിച്ച് അതിൻ്റെ എല്ലാ ഫേസും കൂടെ അതിനെ വലിച്ച് പുറത്തേക്ക് വലിക്കാം, അപ്പോൾ വോളിയം കൂടും. അല്ലെ അതിനെ കംപ്രസ് ചെയ്യാം, അപ്പോൾ വോളിയം കുറയും. ഇപ്പോൾ ഒരു ബ്ലോക്ക് എടുത്ത് വെള്ളത്തിനടിയിലോട്ട് മുക്കി വെച്ചാൽ അതിൻ്റെ എല്ലാ ഫേസിലും ഒരേ അളവിൽ ഫോഴ്സ് ചെന്നിട്ട് ഇതിൻ്റെ വോളിയം കുറയ്ക്കാൻ ആ ഫോഴ്സ് ശ്രമിക്കുന്നത്. അത്തരം ഫോഴ്സസിന് ആണ് വോളിയം ഫോഴ്സ് എന്ന് വിളിക്കാം. അത് ഡീഫോമിങ് ഫോഴ്സാണ്. വോളിയത്തിൽ മാറ്റം വരുത്തുക, സൈസ് മാറുക. ദാറ്റ് ബൈ ഏരിയ, അതിനെ വോളിയം സ്ട്രെസ് എന്ന് വിളിക്കും. മറ്റൊന്ന് ഷിയർ ചെയ്യുക എന്ന് പറയും, ഷിയർ ഫോഴ്സ്. അത് ഡീഫോമിങ് ഫോഴ്സ്. ഒരു ബ്ലോക്ക് എടുത്തിട്ട് ആ ബ്ലോക്കിൻ്റെ ലോവർ ഫേസ് എവിടെയെങ്കിലും റിജിഡായിട്ട് ഒട്ടിച്ച് വെച്ചിട്ട് അപ്പർ ഫേസ് ഇങ്ങനെ ആ സർഫസിന് പാരലായിട്ട് നമ്മളൊരു ബലം പ്രയോഗിച്ചാൽ ഇതൊന്ന് ഷേപ്പ് മാറും, ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മാറും, ഇതൊന്ന് കൂടും. ഈ സൈഡ് ഇപ്പോൾ റെക്റ്റാങ്കിളാണ്. ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റെക്റ്റാങ്കിൾ ഒരു പാരലലോഗ്രമായിട്ട് മാറും ഈ ഫേസ്. ഈ മുകളിലത്തെ ഫേസിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ആ ഫോഴ്സ് ആ സർഫസിന് പാരലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഒരു സർഫസിന് പാരലായിട്ട് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനാണ് ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് വിളിക്കുക. ടാൻജൻഷ്യൽ ഫോഴ്സ് എന്ന് പറയുന്ന ഉടനെ എവിടെ കേട്ടാലും അത് ഏതോ ഒരു സർഫസിന് പാരലാണ് എന്നർത്ഥം. ഈ ടാൻജൻഷ്യൽ ഫോഴ്സിന് പറയുന്ന പേരാണ് ഷിയർ ഫോഴ്സ്. ഷിയർ എന്ന് പറയുമ്പോൾ തന്നെ പാരലൽ, സർഫസിന് പാരലൽ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഷേപ്പ് മാറും. അപ്പോൾ ലെങ്ത് മാറുക, അവിടെ ടെൻസൈൽ ഫോഴ്സ്. വോളിയം മാറുക, അവിടെ കംപ്രസീവ് ഫോഴ്സ് എന്നാണ് പൊതുവെ പറയാം. വോളിയം ഫോഴ്സ് എന്ന് പറയുമ്പോൾ കംപ്രസീവ് ഫോഴ്സ് അല്ലെ എക്സ്പാൻസീവ് ഫോഴ്സ്. പിന്നെ അടുത്തത് ഷേപ്പ് മാറുക, അവിടെ ഷിയർ ഫോഴ്സ് രംഗത്ത് വരും. ദിസ് ഷിയർ ഫോഴ്സ് പെർ ഡിവൈഡഡ് ബൈ ആ ഷിയർ ഫോഴ്സ് അപ്ലൈ ചെയ്ത ഫേസിൻ്റെ ഏരിയ, അതിന് ഷിയർ സ്ട്രെസ്. അപ്പോൾ ജനറലായിട്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഡീഫോമിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയാം. അല്ലെ റെസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതതിൻ്റെ ശരിയായ ഡെഫിനേഷൻ. റെസ്റ്റോറിങ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. പക്ഷേ ഇക്വിലിബ്രിയത്തിലാകുമ്പോൾ റെസ്റ്റോറിങ് ഫോഴ്സും അപ്ലൈഡ് ഫോഴ്സും ഈക്വലാണെന്ന് മുമ്പേ ഞാൻ പറഞ്ഞു. അപ്പോൾ സ്ട്രെസ് പറയുമ്പോൾ ഒന്നുകിൽ ഷിയർ ഫോഴ്സ് ബൈ ഏരിയ അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറയാം. ഇതിൽ 3 തരം സ്ട്രെസ് അപ്പോൾ ഉണ്ട്. ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഇലോങ്ങേറ്റിംഗ് അല്ലെ സ്ട്രെച്ചിങ് ഫോഴ്സ് ബൈ ഏരിയ ഓർ കംപ്രസീവ് ഫോഴ്സ് ബൈ ഏരിയ. 2, വോളിയം സ്ട്രെസ്. വോളിയം സ്ട്രെസ് എന്ന് പറയുമ്പോൾ എക്സ്പാൻസീവ് ഫോഴ്സ് ബൈ ഏരിയ ഓർ കംപ്രസീവ് ഫോഴ്സ് ബൈ ഏരിയ. 3, ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഷിയർ ഫോഴ്സ് ബൈ ഏരിയ ഓർ ടാൻജൻഷ്യൽ ഫോഴ്സ് ബൈ ഏരിയ. മറ്റ് 2 ഫോഴ്സസിനെ അപേക്ഷിച്ച് മൂന്നാമത്തെ ഷിയർ ഫോഴ്സിനുള്ള വ്യത്യാസം
ആദ്യത്തെ രണ്ട് ഫോഴ്സും സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യുന്നത് ഏതൊക്കെയും സർഫസിന്. പക്ഷേ ഇത് ഷിയർ ഫോഴ്സ് സർഫസിന് പാരലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇത് നമ്മുടെ ചോദ്യത്തിൽ കയറി വരും. അപ്പോൾ ഇനിയും ഇത് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ ഈ സ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഡിഫോമിങ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ വസ്തു സ്ട്രെയിൻഡായി എന്ന് പറയും. ഒന്നീ ലെങ്ത് കൂടും, അല്ലെ ലെങ്ത് കുറയും, അല്ലെ വോളിയം മാറും, വോളിയം കുറയും, അല്ലെ ഷേപ്പ് മാറും. ഇങ്ങനെ ഈ ഷേപ്പ് സൈസ് ഇതൊക്കെ മാറുന്നു കഴിഞ്ഞാൽ സ്ട്രെയിൻഡ് സ്റ്റേറ്റ് എന്ന് പറയും. ഈ സ്ട്രെയിൻ എന്ന് പറയുന്നത് പൊതുവെ പറയുന്നത് ഈ മാറ്റം എത്രയാണോ ദാറ്റ് ഡിവൈഡഡ് ബൈ ഒറിജിനൽ. ഇപ്പം ലെങ്ത് ആണ് ചേഞ്ച് ഇൻ ലെങ്ത്. അപ്പോൾ അവിടെ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയും. ലെങ്ത് ഈ ഡയമെൻഷണൽ ഫോർമുല പഠിച്ച ആ കേട്ട ഡയമെൻഷൻ അല്ല, ഏത് സംഗതി മാറ്റുന്നു അതിന് നമ്മൾ ലെങ്ത് സൈസ് ഇതിനെല്ലാം ഡയമെൻഷൻ എന്നങ്ങ് പറയുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ അതിന് പറയുന്ന പേര് സ്ട്രെയിൻ. ഇപ്പോൾ 3 സ്ട്രെയിൻ ഉണ്ട്. ടെൻസൈൽ സ്ട്രെയിൻ അല്ലെ ലീനിയർ സ്ട്രെയിൻ. ആക്സിസിന് പാരലായിട്ട് ലെങ്ത് കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ അവിടെ ലീനിയർ സ്ട്രെയിൻ ഉണ്ടായി എന്ന് പറയും. ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ടെൻസൈൽ സ്ട്രെയിൻ ഓർ ലീനിയർ സ്ട്രെയിൻ ഈസ് ഡെൽറ്റ എൽ ബൈ എൽ, ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. പിന്നെ വരുന്നത് വോളിയം സ്ട്രെയിൻ, ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം. അടുത്ത ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഈ ബ്ലോക്ക് ഇങ്ങനെ കോടും. ബ്ലോക്കിൻ്റെ താഴത്തെ ഫേസ് ഉറപ്പിച്ച് വച്ചിരിക്കുന്നു, മുകളിലത്തെ ഫേസിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു ഇങ്ങനെ ടാൻജൻഷ്യലായിട്ട്. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ പാരലോഗമായിട്ട് മാറും. ഈ ഒരു എഡ്ജ് എത്ര ആംഗിൾ കണ്ട് തിരിഞ്ഞിട്ടുണ്ടോ, അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാകുക PQRS എന്ന് പറയുന്ന ഈ ഫേസ് ഇപ്പോൾ PQ'R' ആയിട്ട് മാറി, ഒരു പാരലോഗ്രാമായി. ഇപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആംഗിളാണ് ഇവിടുത്തെ ഷിയർ സ്ട്രെയിനായിട്ട് നമ്മൾ അങ്ങ് എടുക്കുക. അപ്പോൾ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ തീറ്റയാണ് ആംഗിൾ. ഇപ്പോൾ ഷിയർ സ്ട്രെയിൻ ഈസ് ദി ആംഗിൾ ടേൺഡ് ബൈ an edge of the specimen under the influence of or under the action of the shear force. അപ്പോൾ ഇതിൽ സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. ഫോഴ്സ് ബൈ ഏരിയ, സ്ട്രെസ് മുമ്പേ കണ്ടു. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല mL⁻², ബൈ ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല L². അപ്പോൾ ഇത് L/L² ഈസ് L⁻⁻1. സോ mL⁻⁻1T⁻². ഇതാണ് സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ. സ്ട്രെയിനിന് ഡയമെൻഷൻ ഇല്ല, കാരണം മുകളിലും താഴെയും ഒരേ സംഗതിയാണ് വരുന്നത്. ഒന്ന് ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അല്ല ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, പിന്നെ അല്ലെ ആംഗിൾ ഷിയർ സ്ട്രെയിൻ. ആംഗിളിന് ഡയമെൻഷൻ ഇല്ലല്ലോ. അപ്പോൾ സ്ട്രെയിനിന് ഡയമെൻഷൻ ഇല്ല. സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ ഫോഴ്സിൻ്റെ ബൈ ഏരിയ. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. പ്രഷറും ഫോഴ്സ് ബൈ ഏരിയ എന്നാണ് എടുക്കുന്നത് നമ്മൾ, പ്രഷർ. അപ്പോൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പ്രഷറിൻ്റെ ഡയമെൻഷനാണ് സ്ട്രെസ്സിൻ്റെ ഡയമെൻഷൻ. യൂണിറ്റും അത് തന്നെ, ഫോഴ്സ് ബൈ ഏരിയ അല്ലേ. അപ്പോൾ ന്യൂട്ടൺ ബൈ മീറ്റർ സ്ക്വയർ അല്ലെ Nm⁻², ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാ പാസ്കൽ എന്ന് പറയും. ഇത് പ്രഷറിൻ്റെ യൂണിറ്റ് തന്നെയാണ്. അപ്പോൾ സ്ട്രെസ് കണ്ടു, സ്ട്രെയിൻ കണ്ടു. ഇത് രണ്ടും ആ പദാർത്ഥങ്ങളുടെ ജന്മനാ ഉള്ള സ്വഭാവത്തിനെ ആശ്രയിച്ചുള്ള സംഗതികളാണ്. ഇവിടെ ഒരു ഹുക്സ് ലോ ഉണ്ട്.
ഇവിടുത്തെ ഹുക്സിലോ എന്ന് പറയുന്നത് സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. കൂടുതൽ സ്ട്രെയിൻ ചെയ്താൽ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സും കൂടും. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ്, റെസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് അപ്ലൈഡ് ഫോഴ്സ് ഇടാം. പക്ഷേ ആക്ച്വലായിട്ട് റെസ്റ്റോറിങ് ഫോഴ്സ് ബൈ ഏരിയ. സ്ട്രെയിൻഡ് ആകുമ്പോഴേ, ലെങ്ത് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴേ സ്ട്രെസ് ഉണ്ടാവും. ലെങ്ത് എത്ര കണ്ട് ചേഞ്ച് ചെയ്യുന്നു അത്രയും കണ്ട് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും, എതിർബലവും ഉണ്ടാകും. അപ്പോൾ അതാണ് ഹുക്സിലോ. സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. സ്ട്രെയിൻ ചെയ്യുന്നില്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാവില്ല. ഒറിജിനൽ ലെങ്ത് തന്നെ തുടരുകയാണെങ്കിൽ നോ സ്ട്രെസ് ഈസ് ദർ. ഇതിൽ നിന്ന് നമുക്ക് പറയാം സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. എ ഈസ് പ്രൊപ്പോർഷണൽ ടു ബി എന്ന് പറഞ്ഞാൽ എ ബൈ ബി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഈ സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്ന ആ കോൺസ്റ്റൻറ്റിന് പറയുന്ന പേരാണ് ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് ദി മെറ്റീരിയൽ. അപ്പോൾ അത് ഇലാസ്റ്റിസിറ്റിയുടെ ഒരളവാണ്. എന്താണ് ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ ഉള്ളത് നമ്മൾ കുറേശ്ശെ കാണാം. അപ്പോൾ ഒരു വസ്തുവിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ ഒരളവാണ് സ്ട്രെസ് ബൈ സ്ട്രെയിൻ എന്ന് പറയുന്ന റേഷ്യോ. ആ റേഷ്യോയുടെ പേരാണ് ഇലാസ്റ്റിക് മോഡുലസ് ഓഫ് ദി മെറ്റീരിയൽ. അത് കൂടുതലാണെങ്കിൽ സ്ട്രെങ്ത് കൂടുതലുള്ള മെറ്റീരിയൽ എന്നർത്ഥം, സ്ട്രോങ് മെറ്റീരിയൽ ആണെന്ന് പറയാം. ബാക്കി നമുക്ക് അടുത്ത പോസ്റ്റിങ്ങിൽ ചർച്ച ചെയ്യാം. താങ്ക് യു.